أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ സമ്പാദിക്കുന്നതിനു വേണ്ടി സത്യവിശ്വാസികളായ നമുക്ക് കഴിഞ്ഞരളിയ മാസമാണ് വിശുദ്ധ റമദാൻ. ആ റമദാൻ നമ്മിലേക്ക് സമാഗതമാകാൻ വേണ്ടി പോവുകയാണ്. റമദാൻ എന്ന അറബി പദം 5 അക്ഷരങ്ങൾ ഉള്ളതാണ്. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, ദുനിയത്തു താലിബീൻ. അതിൽ മഹാനവറുകൾ റമദാൻ എന്ന പദത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന 5 അക്ഷരങ്ങളിൽ ഓരോ അക്ഷരങ്ങളിലും വലിയ അർത്ഥങ്ങളും ആശയങ്ങളും തത്വങ്ങളും അടക്കം ചെയ്തിരിക്കുകയാണ്. അതിലെ ആദ്യത്തെ അക്ഷരം റാണ്. അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് റിദ്വാൻ. അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് അമലുകളിലൂടെയും അല്ലാഹുവിന്റെ റിള അഥവാ അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ കഴിയും. അല്ലാഹുവിന്റെ തൃപ്തി എന്നാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന അനുഗ്രഹമാണ്. നാളെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളെ വിളിച്ചുകൊണ്ട് ചോദിക്കും, അമാ തർദാനി, നിങ്ങൾ ഞാൻ നൽകിയതിൽ തൃപ്തിപ്പെട്ടോ? അപ്പോ സ്വർഗവാസികൾ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, നീ നൽകിയതിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ തൃപ്തരാകാത്തത്? അത് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖി, നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നൽകാത്ത അനുഗ്രഹമാണ് നമ്മൾ ഓരോരുത്തർക്കും നീ നൽകിയിരിക്കുന്നത്. പിന്നെന്തുകൊണ്ട് നീ നൽകിയ അനുഗ്രഹത്തിൽ നമ്മൾ സായുജ്യമടയുന്നില്ല, നമ്മൾ തൃപ്തരാകുന്നില്ല? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികളോട് പറയും, അലാ ഉഅതീകും അഫ്ളല മിൻ ദാലിക, ഈ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കാൾ മഹത്തരമായത് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെയോ? ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സ്വർഗ്ഗവാസികൾ ചോദിക്കും, വഅയ്യു ശൈഇൻ അഫ്ളല മിൻ ദാലിക, അല്ലാഹു ഇതിനേക്കാൾ ശ്രേഷ്ഠമായ എന്ത് അനുഗ്രഹമായി ഉള്ളത്? അത്രയും ഉയർന്ന അനുഗ്രഹങ്ങളും ആനന്ദവും അനുഭൂതിയും ഞങ്ങൾ സ്വർഗത്തിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികളോട് പറയും, ഉഖില്ലു അലൈക്കും റിദ്വാനി ഫലാ ഉസ്ഖിതു ബഅദഹു അബദാ, ഞാൻ നിങ്ങൾക്ക് എന്റെ റിദ്വാൻ, എന്റെ തൃപ്തി ഇറക്കിയിരിക്കുകയാണ്. ഇതിന് ശേഷം ഒരിക്കലും നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെടുകയില്ല. ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. ധാരാളം നേതാക്കന്മാര്, രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ, ഇവരുടെ കീഴിൽ കഴിയുന്ന അണികൾ. ഈ നേതാക്കന്മാര് തൃപ്തരാണ് എങ്കിൽ ഈ അണികൾക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ആ നേതാക്കന്മാരും രാജാക്കന്മാരും മിനിസ്റ്റർമാരും ഒരുക്കി കൊടുക്കും. എപ്പോഴെങ്കിലും അവരുമായി ഇടയുകയാണെങ്കിൽ, അതൃപ്തരാകുകയാണ് എങ്കിൽ
ഈ അണികൾ നേതാക്കന്മാരെ കുറിച്ച് പല നിലയിലുള്ള കിംവദന്തികളും ആരോപണങ്ങളും പറയും. നേതാക്കന്മാരെ അണികളെ വല്ലാതെ ദ്രോഹിക്കുകയും ചെയ്യും. എല്ലാ നേതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അധിപനായ അല്ലാഹു സ്വർഗത്തിലെത്തിയാൽ സ്വർഗവാസികളോട് പറയും, ഞാൻ നിങ്ങളിൽ എന്റെ തൃപ്തിയെ ഇറക്കിയിരിക്കുകയാണ്. ഇനി ഒരിക്കലും എന്നിൽ നിന്ന് അതൃപ്തി ഉണ്ടാകില്ല. അഥവാ നിങ്ങൾക്ക് ഇനി ഒരിക്കലും കോടാന കോടി വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ഹൃദയത്തിനോ ജീവിതത്തിനോ അനിഷ്ടകരമായ എന്തെങ്കിലും കാര്യങ്ങൾ കാണേണ്ടി വരില്ല, അനുഭവിക്കേണ്ടി വരില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم وعد الله المؤمنين والمؤمنات ഹൃദയത്തിൽ ശരിയായി സത്യവിശ്വാസം നേടിയെടുത്ത സ്ത്രീകളും പുരുഷന്മാരും അല്ലാഹു അവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, ജന്നത്തിൻ സ്വർഗീയ ആരാമങ്ങൾ നൽകാമെന്ന്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ ആരാമങ്ങളുടെ അടിവാരത്തിലൂടെ നല്ല നല്ല അരുവികൾ ഒഴുകുന്നുണ്ട്. ഖാലിദീന ഫീഹാ, ആ സ്വർഗീയ ആരാമങ്ങളിൽ അവർ നിത്യവാസികളായിരിക്കും. വമസാകിന തയ്യിബതൻ, നല്ല നല്ല മണിസൗധങ്ങളും. വരിദ്വാനും മിനല്ലാഹി അക്ബർ, ഇതിനേക്കാൾ ഏറ്റവും ഉയർന്ന അല്ലാഹുവിന്റെ റിദ്വാൻ, അല്ലാഹുവിന്റെ തൃപ്തിയും. رضوان من الله أكبر ذلك هو الفوز العظيم. ഇതാണ് മഹത്തരമായ വിജയം. റിദ്വാൻ എന്ന തത്വമാണ്, എന്ന സത്തയാണ് റമളാൻ എന്ന പദത്തിന്റെ ആദ്യ അക്ഷരമായ റായിൽ അടക്കം ചെയ്തിരിക്കുന്നത്. അനുഗ്രഹീത റമളാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് അമലുകളിലൂടെയും അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ കഴിയും. റമളാൻ എന്ന അറബി പദത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ അക്ഷരം വാദാണ്. ആ വാദിൽ അടക്കം ചെയ്തിരിക്കുന്ന സത്ത വാമിൻ എന്നതാണ്. വാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നാണ്. അനുഗ്രഹീത റമളാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് കർമ്മങ്ങളിലൂടെയും സത്യവിശ്വാസികളുടെ എല്ലാ ഉത്തരവാദിത്വവും അല്ലാഹു ഏറ്റെടുത്തു എന്ന് സാരം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു ഉത്തരവാദിത്വം ഏറ്റെടുത്ത 3 പേരെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ഭൗതികവും പാരത്രികവുമായ അവസ്ഥയും വിശദീകരിക്കുന്നുണ്ട്. ثلاثة ضامن على الله إن عاش رزق وخفي وإن مات أدخله الله الجنة من دخل بيته فسلم عليه ومن خرج إلى المسجد ومن خرج في سبيل الله. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായ 3 പേരുടെ ഉത്തരവാദിത്വം ചുമതല അല്ലാഹു ഏറ്റെടുക്കുകയാണ്. ഈ 3 പേര് ഭൗതിക ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ നല്ല നല്ല ഏർപ്പാടുകളും സൗകര്യങ്ങളും അല്ലാഹു ഒരുക്കി കൊടുക്കും. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു അവർക്ക് സംരക്ഷണ വലയവും ഒരുക്കും. അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ആരൊക്കെയാണ് ആ 3 കൂട്ടര്? മൻ സല്ലമ ഇദാ ദഖല ബൈതഹു വഹുവ ളാമിനുൻ അലല്ലാഹ്. ആരെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും. ഇത് നമ്മൾ സമുദായത്തിന്റെ ഇടയിൽ പല ആൾക്കാരെ കാണുമ്പോൾ സലാം പറയും.
പക്ഷെ വീട്ടിൽ പോകുമ്പോൾ ഭാര്യയോട് സലാം പറയൂല, മക്കളോട് സലാം പറയൂല. യഥാർത്ഥത്തിൽ സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ, അതൊരു ദിവസം 10 പ്രാവശ്യം പ്രവേശിക്കുമ്പോഴും വീട്ടുകാരോട് സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കണം. കാരണം വീട്ടുകാരുടെ ഹൃദയത്തിൽ നിങ്ങളോട് താല്പര്യവും സ്നേഹവും ഉണ്ടാകാനുള്ള ഏറ്റവും ബൃഹത്തായ സംവിധാനമാണത്. രണ്ടാമത്, അല്ലാഹുവിന്റെ ഉത്തരവാദിത്വവും ചുമതലയും കിട്ടുന്ന ആൾക്കാര് ആരെങ്കിലും പള്ളിയിലേക്ക് പുറപ്പെടുന്നു എങ്കിൽ അവനും അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും. പള്ളി എന്ന് കേൾക്കുമ്പോൾ 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടി മാത്രം പോകേണ്ടുന്ന ഇടമല്ല. നമ്മുടെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ വന്ന് ശരണം പ്രാപിച്ച് അവിടെ ചെയ്യേണ്ടുന്ന അമലുകളിൽ വ്യാപൃതരാകണം. മൂന്നാമതായി, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവനും അല്ലാഹുവിന്റെ ബാധ്യതയിലായിരിക്കും. അല്ലാഹു അവന്റെയും ചുമതലയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കും. അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് അമലുകളിലൂടെയും അല്ലാഹു നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ചുമതലയും ഏറ്റെടുക്കുകയാണ്. റമദാനിന്റെ അറബി പദത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന 3ാമത്തെ അക്ഷരം അലിഫാണ്. അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഉൽഫത്ത്, പരസ്പരമുള്ള സ്നേഹവും പരസ്പരമുള്ള യോജിപ്പും. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഹൃദയങ്ങളുടെ സ്നേഹവും യോജിപ്പും മമതയുമാണ് അവന്റെ വീട്ടിന്റെയും കുടുംബത്തിന്റെയും സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഭദ്രതയുടെ അടിസ്ഥാനം. അഥവാ ഹൃദയത്തിൽ വൈരാഗ്യവും വിദ്വേഷവും പകയും ഉടലെടുത്തു കഴിഞ്ഞാൽ പിന്നീട് വീട്ടിൽ സ്വൈരത നഷ്ടപ്പെട്ടു പോകും, കുടുംബത്തിൽ സ്വൈരത നഷ്ടപ്പെട്ടു പോകും, സമുദായത്തിന്റെ ഇടയിൽ സ്വൈരതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകും, സമൂഹത്തിന്റെ ഇടയിൽ സ്വൈരതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മുഅ്മിനിന്റെ ഗുണമായ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, അൽ മുഅ്മിനു യഅരിഫു വയുഅലഫു. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാവരോടും ഇണങ്ങുന്നയാളായിരിക്കും. മറ്റുള്ളവരും ഇവനോട് ഇണങ്ങുന്ന തരത്തിലുള്ള ബോഡി ലാംഗ്വേജിന്റെ ഉടമയായിരിക്കും. ഇവന്റെ സംസാരവും ഇവന്റെ പ്രവൃത്തിയും കേട്ട് കഴിഞ്ഞാൽ ആരും ഇവനിലേക്ക് വന്നണയും. ഇവൻ മറ്റുള്ളവരോട് ചെന്നണയുന്നവനായിരിക്കും. ഇത് മുഅ്മിനിന്റെ ഗുണമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായി കടന്നു വരുന്ന സന്ദർഭത്തിൽ അറേബ്യൻ സമൂഹം ചെറിയ ചെറിയ വിഷയങ്ങളിൽ പരസ്പരം കലഹിക്കുകയും പരസ്പരം തർക്കിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായി മുഹമ്മദ് അവരുടെ ഇടയിൽ കടന്നു ചെന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളിൽ യോജിപ്പിന് നൽകുകയുണ്ടായി. وَيُرِيدُوا أَن يَخْدَعُوكَ فَإِنَّ حَسْبَكَ اللَّهُ هُوَ الَّذِي أَيَّدَكَ بِنَصْرِهِ وَبِالْمُؤْمِنِينَ وَأَلَّفَ بَيْنَ قُلُوبِهِمْ لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم والله عزيز حكيم. وإن يريدوا إن يصدق നിഷേധികൾ ഉദ്ദേശിച്ചാൽ അയ്യഖ്ദഊക അവർ നിങ്ങളെ വഞ്ചിക്കാൻ ഉദ്ദേശിച്ചാൽ ഫഇന്ന ഹസ്ബകല്ലാഹ് തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് മതിയായവനാണ്. വല്ലദീ അയ്യദക ബിനസ്രിഹി അല്ലാഹുവാണ് അവന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് പിൻബലം നൽകിയവൻ. വബിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്കും പിൻബലം നൽകിയവൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ ഉയർന്ന സഹായത്തെക്കുറിച്ച് പറയുകയാണ്. വഅല്ലഫ ബൈന ഖുലൂബിഹിം അല്ലാഹുവാണ് അവരുടെ ഹൃദയങ്ങളുടെ
ഇടയിൽ യോജിപ്പിനെ ഉണ്ടാക്കിയവൻ ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾ ചെലവഴിച്ചിരുന്നു എങ്കിലും അവരുടെ ഹൃദയങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് യോജിപ്പിനെ കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അല്ലാഹുവാണ് അവരുടെ ഹൃദയങ്ങളിൽ യോജിപ്പിനെ ഉണ്ടാക്കിയവൻ. അല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു ഉന്നതനും യുക്തിമാനുമാണ്. അപ്പൊ അനുഗ്രഹീത റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയങ്ങളിൽ യോജിപ്പും സ്നേഹവും ഉണ്ടാകുന്ന മാസം. ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാക്കാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരെ കണ്ടു കഴിഞ്ഞാലും പരിചയപ്പെടണം. അതുപോലെ തന്നെ ആരെ കണ്ടു കഴിഞ്ഞാലും സലാം പറയണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു അവല അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബ്ബതും അഫ്ശു സലാമ ബൈനകും. നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസികളാകാതെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. നിങ്ങൾ ആരും പരസ്പരം സ്നേഹത്തിൽ കഴിഞ്ഞുകൂടാതെ ഹൃദയത്തിൽ വിശ്വാസം അവകാശപ്പെടാൻ കഴിയില്ല. ഹൃദയത്തിൽ ശരിയായ വിശ്വാസമുണ്ട് എന്നതിന്റെ അടയാളമാണ് പരസ്പരം സ്നേഹത്തോടെ യോജിപ്പോടെ കഴിഞ്ഞുകൂടൽ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വല അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബതും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാക്കി തരുന്ന ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അഫ്ശു സലാമ ബൈനകും. നിങ്ങളുടെ ഇടയിൽ സലാമിനെ പ്രചരിപ്പിക്കലാണ്. അതുപോലെ ഹൃദയങ്ങളിൽ യോജിപ്പും സ്നേഹവും വർദ്ധിക്കാൻ വേണ്ടി കൂട്ടുകാർക്ക് നമ്മൾ ഗിഫ്റ്റ്, സമ്മാനങ്ങൾ, ഹദിയകൾ നൽകുന്ന ശീലം ഉണ്ടാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, തഹാദു തഹാബ്ബു. നിങ്ങൾ പരസ്പരം ഹദിയകൾ കൈമാറ്റം ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഹദിയ നൽകിയ, ഗിഫ്റ്റ് നൽകിയ, സമ്മാനം നൽകുക. അതിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹം വർദ്ധിക്കുന്നതാണ്. അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ, പരസ്പരം സഹായത്തിലൂടെ ഹൃദയങ്ങളിൽ ഉൽഫത്ത്, സ്നേഹവും യോജിപ്പും ഉണ്ടാകും. റമദാനിന്റെ രണ്ടാമത്തെ അക്ഷരമാണ് മീം. ആ മീമിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് മുബാറക്. മുബാറക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അതിന്റെ അർത്ഥം. ഈ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിന്റെ പേമാരി വർഷിക്കുന്ന മാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുകയുണ്ടായി, അത് അതാകും ശഹ്റുൻ മുബാറകുൻ. നിങ്ങളുടെ അടുക്കലേക്ക് അനുഗ്രഹ സമ്പൂർണമായ ഒരു മാസം വന്നെത്തിയിരിക്കുകയാണ്. ഫറദല്ലാഹു അലൈക്കും സിയാമഹു. ആ മാസത്തിൽ അല്ലാഹു വ്രതാനുഷ്ഠാനത്തെ നിങ്ങൾക്ക് നിർബന്ധമാക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന. ആ മാസത്തിൽ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം. ആ മാസത്തിൽ നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. വതുഗല്ലു ഫീഹി മറദ്ദത്തു ശയാതീൻ. മുശ്രിക്കാലിക്കുന്ന പിശാചുക്കളെ ഒക്കെ വരിഞ്ഞു മുറുക്കി ബന്ധിക്കപ്പെടും. ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ. ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു. ആരെങ്കിലും ആ രാത്രിയുടെ ഖൈറിൽ നിന്ന് തടയപ്പെട്ടു എങ്കിൽ അവൻ എല്ലാ ഖൈറിൽ നിന്നും തടയപ്പെട്ടവനാണ്. റമദാൻ എന്ന അറബി പദത്തിന്റെ അവസാനം 5ാമത്തെ അക്ഷരമാണ് നൂൻ. ആ നൂനിൽ അടക്കം ചെയ്തിരിക്കുന്ന തത്വം നൂറ്, പ്രകാശം എന്നതാണ്. അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മുടെ ഹൃദയവും, നമ്മുടെ ആത്മാവും, നമ്മുടെ മസ്തിഷ്കവും, നമ്മുടെ അവയവവും, നമ്മുടെ ജീവിതവും പ്രകാശപൂരിതമായി. റമദാനിലെ ആദ്യത്തെ അക്ഷരം അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് റിദ്വാൻ. അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് അമലുകളിലൂടെയും അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയും. രണ്ടാമത്തെ അക്ഷരം മീമാണ്.
ആ മീമിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് മുബാറക് എന്നാണ്. അനുഗ്രഹ സമ്പൂർണമായ മാസം. അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് അമലുകളിലൂടെയും അള്ളാഹുവിന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ കഴിയും. മൂന്നാമത്തെ അക്ഷരം അല്ലാഹ്, അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് ളാമിനും. അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് അമലുകളിലൂടെയും നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കും. നാലാമത്തെ അക്ഷരം അലിഫാണ്. അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഉൽഫത്താണ്, സ്നേഹവും യോജിപ്പും. അനുഗ്രഹീത റമദാനിലെ ആതുര സേവന പ്രവർത്തനങ്ങളിലൂടെയും വ്രതാനുഷ്ഠാനത്തിലൂടെയും ഇഫ്താറിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പകയും വിദ്വേഷവും മാറി പരസ്പരം യോജിപ്പും സ്നേഹവും ഉണ്ടാക്കും എന്ന് സാരം. അഞ്ചാമത്തെ അക്ഷരം നൂനാണ്. അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് നൂറ്, പ്രകാശം എന്നതാണ്. അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് അമലുകളിലൂടെയും നമ്മുടെ ഹൃദയവും ആത്മാവും മസ്തിഷ്കവും അവയവവും ജീവിതവും പ്രകാശപൂരിതമാകും എന്ന് സാരം. റമദാൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം ഹരിക്കുന്നത് എന്നാണ്. റമദ് എന്ന അറബി പദത്തിൽ ചിലർ പറയുന്നു അനുഗ്രഹീത റമദാൻ ഈ സമുദായത്തിന് നിർബന്ധമാക്കപ്പെട്ട ഹിജ്റ 2-ാം വർഷം ശക്തമായ ചൂടുള്ള സന്ദർഭമായിരുന്നു. അതുകൊണ്ട് ആ മാസത്തിന് റമദാൻ എന്ന് പേര്. വേറെ ചില മുഹദ്ദിസീങ്ങൾ പറയുന്നു ലിഅന്നഹു യഗ്മിദു ദുനൂബ, ഈ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് അമലുകളിലൂടെയും പാപങ്ങൾ കരിഞ്ഞമർന്നു പോവുകയാണ്. അതുകൊണ്ടാണ് റമദാൻ എന്ന് ഈ മാസത്തിന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. വേറെ ചിലർ പറയുന്നു സതുപദേശങ്ങളിലൂടെയും നസീഹത്തുകളിലൂടെയും ഹൃദയങ്ങളിൽ ഒരു ചൂടുണ്ടാകും. ഏതുപോലെ സൂര്യൻ ഉദിക്കുന്ന സന്ദർഭത്തിൽ ആ സൂര്യന്റെ താപമേറ്റ് ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിലുള്ള മൺതരികളിലും കല്ലുകളിലും ചൂടേൽക്കുന്നത് പോലെ അനുഗ്രഹീത റമദാനിന്റെ ഉപദേശങ്ങളിലൂടെയും പാരത്രിക ചിന്തയിലൂടെയും നമ്മുടെ ഹൃദയത്തിനും ആത്മാവിനും ചൂടുണ്ടായി സൽക്കർമ്മങ്ങളിൽ ആവേശത്തോടെ മുന്നേറാൻ കഴിയും. വേറെ ചിലർ പറയുന്നു ഇത് അല്ലാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനമാണ് ലാ തഖൂലു റമദാൻ വലാകിൻ ഖൂലു ശഹ്റ റമദാൻ ലിഅന്ന റമദാന ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്. നിങ്ങൾ ഒരിക്കലും മാസം എന്ന് ചേർക്കാതെ റമദാൻ എന്ന് പറയരുത്. കാരണം റമദാൻ എന്നുള്ളത് അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. റമദാനിൽ ഞാൻ നോമ്പ് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിൽ നോമ്പ് വെച്ചു എന്നാണ്. റമദാനിൽ ഞാൻ ദാനധർമ്മം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിൽ ഞാൻ ദാനധർമ്മം ചെയ്തു എന്നാണ്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ ഞാൻ നോമ്പ് പിടിച്ചു, ശഹ്റു റമദാൻ. റമദാൻ മാസത്തിൽ ഞാൻ ദാനധർമ്മം ചെയ്തു, ശഹ്റു റമദാൻ. لأن رمضان കാരണം റമദാൻ എന്നുള്ളത് ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്, അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. നാം മാലിക്കിനെ പോലുള്ളവർ മാസം എന്ന് ചേർക്കാതെ റമദാൻ എന്ന് പറയുന്നത്, റമദാൻ എന്ന് മാത്രം പറയുന്നതിനെ തടഞ്ഞിരിക്കുന്നു. എന്നാൽ മുഹദ്ദിസീങ്ങളിൽ ഫുഖഹാക്കളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും അഭിപ്രായം മാസം എന്ന് ചേർക്കാതെ റമദാൻ എന്ന് മാത്രം പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. കാരണം ഈ ഹദീസ് ഉപോത്ബലകമായി അംഗീകരിക്കപ്പെടാൻ പറ്റുന്നത്ര സഹീഹായ ഹദീസ്. ഈ ഹദീസിനെ കുറിച്ച് ദഈഫ് എന്നും മൗദൂഅ് എന്നും ഈ ഹദീസ് അടിസ്ഥാനരഹിതം എന്നും മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചു. എന്താണെങ്കിലും റമദാൻ പാപങ്ങളെ കരിച്ചു കളയുന്ന മാസം. ഈ റമദാൻ നമ്മിലേക്ക് വന്നിരിക്കുകയാണ്. അനുഗ്രഹീത റമദാനിൽ നാം ചെയ്യേണ്ടുന്ന ധാരാളം അമലുകളുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സത്യവിശ്വാസിയും റമദാനിൽ കൃത്യമായി ചെയ്യേണ്ടുന്ന 4 അമലുകൾ എണ്ണി പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തേത് പകലിലെ വ്രതാനുഷ്ഠാനമാണ്. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. രണ്ടാമത് റമദാൻ മാസത്തിൽ നാം ചെയ്യേണ്ടുന്ന അമൽ അനുഗ്രഹീത റമദാനിലാണ് ഖുർആൻ അവതീർണമായത്. മറ്റൊരേത് ഗ്രന്ഥങ്ങൾ അവതീർണമായത് ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യുകയും ഖുർആനുമായി അഭേദ്യമായി ബന്ധം
സ്ഥാപിക്കുകയും ചെയ്യേണ്ടുന്ന മാസമാണ്. ഇബ്രാഹിം നഖഈ റഹിമഹുല്ലാഹ് റമദാനിൽ കൂടുതൽ ഖുർആൻ ഓതുമായിരുന്നു. അവസാനത്തെ 10 ദിവസത്തിൽ ഓരോ പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ഓതി തീർക്കുമായിരുന്നു. റഹിമഹുല്ലാഹിന്റെ സാധാരണയുള്ള പതിവ് എന്നാൽ എല്ലാ മാസവും ഓരോ ആഴ്ച കൂടുമ്പോൾ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കും. ഒരു മാസത്തിൽ 4 ഖത്തം തീർക്കും. അനുഗ്രഹീത റമദാനായി കഴിഞ്ഞാൽ 3 പകൽ കൊണ്ട് ഒരു ഖത്തം തീർക്കും. അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ ഓരോ രാത്രിയിലും ഓരോ പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും ഓതി തീർക്കുമായിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ലാഹ് റമദാനായി കഴിഞ്ഞാൽ ഹദീസിന്റെ ദർസൊക്കെ ഒഴിവാക്കി വെച്ചുകൊണ്ട് ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യുന്നതിൽ ജോലിയാകുമായിരുന്നു. സുഫിയാൻ തൗരി ഹദീസിന്റെയും ഫിഖ്ഹിന്റെയും ഗ്രന്ഥങ്ങൾ എഴുതുന്നതൊക്കെ ഒഴിവാക്കി വെച്ചുകൊണ്ട് അനുഗ്രഹീത റമദാനിൽ കൂടുതലായി ഖുർആൻ ഓതുമായിരുന്നു. ഇമാം ശാഫിഈ അലൈഹി ഓരോ റമദാനിലെ പകലിലും രാത്രിയിലുമായി 2 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും ഓതി തീർക്കുമായിരുന്നു. ഒരു റമദാൻ കഴിയുമ്പോൾ 60 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെയും വിശുദ്ധ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ടായിരുന്നു. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى ومن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. അനുഗ്രഹീത റമദാനിലാണ് ഹിദായത്തിലേക്ക് വ്യക്തമായ തെളിവുകളുമായി വിശുദ്ധ ഖുർആൻ അവതീർണമായിരിക്കുന്നത്. അതുകൊണ്ട് അനുഗ്രഹീത റമദാനിൽ ഖുർആനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കണം. മൂന്നാമത്തെ റമദാൻ ചെയ്യേണ്ടുന്ന അമല് ശേഷമായിട്ട് അല്ലാഹു പറയാം, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ദീനിയും ദുനിയവിയുമായ മുഴുവൻ വിഷയങ്ങളും അല്ലാഹുവിനോട് സമർപ്പിച്ച് അല്ലാഹുവിനോട് നന്നായി ദുആ ഇറക്കേണ്ടുന്ന മാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 പേരുടെ ദുആയെ അല്ലാഹു തള്ളിക്കളയില്ല. അൽ ഇമാമുൽ ആദിലു, നീതിമാനായ ഭരണകർത്താവ്, വസ്സായിമു, 2 നോമ്പുകാരൻ, ഹത്താ യുഫ്തിറ, അവൻ നോമ്പ് മുറിക്കുന്നത് വരെ ചെയ്യുന്ന ദുആ. മൂന്നാമതായി വൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയും അല്ലാഹു തള്ളിക്കളയില്ല. കൂടുതലായി ദുആ ഇറക്കും. അരമണിക്കൂർ പകൽ, അരമണിക്കൂർ രാത്രി ഒഴിവാക്കുന്നത്. وَإِذَا سَأَلَكَ عِبَادِي, ഏ മുഹമ്മദേ, എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് ചോദിച്ചാൽ فَإِنِّي قَرِيبٌ, ഞാൻ എന്റെ ദാസന്മാരുടെ സമീപത്ത് തന്നെ ഉണ്ട് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അവൻ എന്നോട് ദുആ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ അടുക്കൽ തന്നെ ഉണ്ടായിരിക്കും. ഫയസ്തജീബൂലി, അതുകൊണ്ട് പ്രാർത്ഥിച്ച് എന്നിൽ നിന്ന് ഉത്തരം തേടിക്കൊള്ളുക. വൽയുമിനൂ ബി, എന്നെ കൊണ്ട് വിശ്വസിച്ചു കൊള്ളുക. ലഅല്ലഹും യർശുദൂൻ, അവർ ശരിയായ മാർഗം സിദ്ധിക്കുന്നവരാകാൻ. ഗ്രഹീത റമദാൻ കൂടുതലായി ദുആ ചെയ്യേണ്ടുന്ന മാസം. പ്രതിസന്ധിയുടെ നടുത്തളത്തിലൂടെ നമ്മൾ കഴിഞ്ഞു പോവുകയാണ്. വീടുകളിൽ പ്രശ്നമാണ്, കുടുംബങ്ങളിൽ പ്രശ്നമാണ്. ന്യൂ ജനറേഷൻ പ്രത്യേകമായ ഒരു ലോകത്ത് ജീവിക്കുക, സാങ്കല്പിക ലോകം. സിനിമയുടെയും മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും അടിറ്റുകളായി ഉമ്മയെയും ഉപ്പയെയും സഹോദരി സഹോദരന്മാരെയും തിരിച്ചറിയാൻ കഴിയാത്ത ദാരുണമായ അവസ്ഥയിലൂടെ കഴിയും. ഇവരെയൊക്കെ ഉത്ബോധനം നടത്തി പള്ളികളിൽ കൊണ്ടുവന്ന്
പള്ളികളിൽ ശരണം പ്രാപിക്കാൻ വേണ്ടി പോകും. സ്കൂൾ കഴിഞ്ഞാൽ, കോളേജ് കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിൽ അതിന്റെ അടുക്കലുള്ള പള്ളി ഒഴിവു സമയങ്ങളിൽ കൂടുതൽ ജോലിയായി. കച്ചവടക്കാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും അവരും എന്ത് ചെയ്യണം? കൂടുതലായി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഖുർആൻ പറയുന്നു, നാലാമത്തെ അമൽ ഇഅ്തികാഫാണ്. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لهن وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد. നിഗ്രഹീത റമദാനായി കഴിഞ്ഞാൽ നിങ്ങളുടെ നാടുകളിൽ, നിങ്ങളുടെ പ്രദേശങ്ങളിൽ അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിന്റെ ആനന്ദത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന സങ്കേതങ്ങളാണ് പള്ളികൾ. ഒരിക്കലും മദ്യശാപ്പുകളല്ല, ആവാസസ്ഥലങ്ങൾ നടക്കുന്ന ടർഫുകളുമല്ല, കളിയും വിനോദവുമല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദത്തിനും കുളിർമയ്ക്കും അല്ലാഹു നൽകിയിരിക്കുന്ന ഇടങ്ങളാണ് അല്ലാഹുവിന്റെ വീടുകളായ പള്ളികൾ. അനുഗ്രഹീത റമദാനിൽ അവസരമായി കണ്ടുകൊണ്ട് വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ കൂടുതലായി ഇഅ്തികാഫിൽ കഴിഞ്ഞുകൂടണം. അനുഗ്രഹീത റമദാനിൽ ചെയ്യേണ്ടുന്ന 4 അമലുകളാണ് ഖുർആൻ പറയുന്നത്. ഒന്ന്, പകലിൽ നോമ്പെടുക്കണം. 2, കൂടുതലായി ഖുർആൻ പാരായണം ചെയ്യണം. 3-ാമതായി കൂടുതലായി ദുആ ഇരക്കണം. 4-ാമതായി കൂടുതലായി പള്ളികളിൽ ശരണം പ്രാപിച്ച് കൂടുതലായി സുഹൃതങ്ങളിൽ അമലുകളിൽ മുന്നേറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീത റമദാനിൽ ഈ രൂപത്തിൽ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന തരത്തിൽ ഇബാദത്തുകൾ കൊണ്ട്, അമലുകൾ കൊണ്ട് സജീവമാക്കാൻ തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.